മോളൊന്ന് ആരെങ്കിലും കാണും. കണ്ടാലെന്താ, ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ പെൻസിലും കയറും, മുഖം നേർത്തിക്കും, ഐബ്രോ ഞാൻ വരച്ചു. ഇപ്പൊ സുന്ദരിയായി. അപ്പൊ മുമ്പും സുന്ദരിയായി. നാണമില്ലാത്ത വർഗം. ഇവർക്ക് വാതിലെങ്കിലും ഒന്ന് അടച്ചൂടെ? മിസ്റ്റർ മേനോൻ മരിച്ചതിന് ശേഷവും ഡൈനിങ് ടേബിളിൽ അദ്ദേഹത്തിനുള്ള ആഹാരം മാറ്റിവെക്കുക അവരുടെ പതിവാണ്. ആ സ്ഥാനത്താണ് സുരേന്ദ്രൻ ഇന്നലെ ഇരുന്നത്. ഇവിടെ ഇരിക്കാം. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. സാരമില്ല, ഇവിടെ ഇരിക്കൂ. ഞാനില്ലേ പറയുന്നത്. വേണ്ട പ്ലീസ് വരൂ. അവൾ അച്ഛന്റെ മോളാ. രാജമോളെ, ആഹാ, നീ ഇവിടെ ഇരിക്കുകയായിരുന്നോ? വരൂ, ഊണ് കഴിക്കാം. എനിക്ക് വേണ്ട. ഉച്ചയ്ക്ക് നീ ഉണ്ടില്ലെന്ന് കാർത്തികേയന് പറഞ്ഞു. എനിക്ക് നല്ല വിശപ്പില്ല. വയറ്റിന് വല്ല അസുഖമാണെങ്കിൽ അലമാരി ഗുളിക ഇരിപ്പുണ്ട്, എടുത്തു കഴിക്കൂ. ഈ വേഷം നന്നോ? പിന്നെ ഇപ്പൊ ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ ഇരിക്കും. ഇങ്ങോട്ട് നിൽക്കൂ, നോക്കട്ടെ. നല്ല കേർച്ച. എന്താ? ഒന്നുമില്ല. വരൂ. മോള് സിനിമയ്ക്ക് വരുന്നില്ലേ? ഇല്ല, ഞാൻ സിനിമയ്ക്ക് വരുന്നില്ല. സിനിമയ്ക്ക് വരുന്നില്ലെന്നോ അതോ ഞങ്ങളോടൊപ്പം വരുന്നില്ലെന്നോ? ആരുടെ കൂടെയും എനിക്ക് സിനിമയ്ക്ക് പോകണ്ട. എനിക്ക് പഠിക്കാനുണ്ട്. സോറി, ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിനെന്തിനാ വിഷമിക്കുന്നത്? ടേക്ക് ഇറ്റ് ഈസി. അവളെ ഞാൻ മെരുക്കിയെടുത്തോളാം. വരൂ, ഷോന് സമയമായി. ഇനി നമ്മളവിടെ എത്തുമ്പോ 6:45 എക്കോ ഇവിടുന്ന് തന്നെ തുടങ്ങിയോ? പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടുന്ന് വാ അടച്ചാൽ പിന്നെ ഇവിടെ വന്നേ വാ തുറക്കാവും. മൂടി. ഇനി ഊണ് കഴിക്കാനേ വായ തുറക്കും. നല്ല പഠിത്തം. നന്നായിട്ടുണ്ട്. നല്ല സെലക്ഷൻ. മോളെ, എന്താ ഇത്? സുരേട്ടന്റെ പ്രസന്റേഷൻ അല്ലേ? ഓ, എന്നെ പ്ലീസ് ചെയ്യാനായിരിക്കും. കിട്ടിയിടത്തോളം പ്രസന്റേഷൻ മതി. ഐ എം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ക്ലാസ് തുടങ്ങിയിട്ടില്ലല്ലോ. അതിനു മുമ്പ് നീ എങ്ങോട്ടാ പുറപ്പെടുന്നത്? ഹോസ്റ്റലിലേക്ക്. അതിന് ഇപ്പോൾ തന്നെ പോകണോ? എനിക്ക്
എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. നീ ഇങ്ങനെ തുടങ്ങിയാൽ എന്താണ് മോളെ അമ്മ ചെയ്യുക? കുറച്ച് ദിവസങ്ങളായി നീ വല്ലാതെ മാറിയിരിക്കുന്നുവെന്ന് എനിക്കറിയാം. എന്തിനാ മോളെ അമ്മയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. മറ്റുള്ളവർ എന്നെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. ഒരമ്മ മകളോട് മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ നീ എനിക്ക് മാപ്പ് തരില്ലേ മോളെ? മാപ്പ് തരില്ലേ? അമ്മേ അമ്മേ, ഞാൻ പോണില്ല അമ്മേ, ഞാൻ പോണില്ല. എന്താ ആലോചിക്കുന്നത്? ഞാൻ രാഖിയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. എന്താ ഇപ്പൊ അവളെ കുറിച്ച് ആലോചിക്കാൻ? കണ്ടോ, നിങ്ങൾക്ക് അവളെ തീരെ ഇഷ്ടമില്ല. അല്ലെങ്കിലും അതത്രേ ഉണ്ടാവുള്ളൂ. അതുകൊള്ള ഇഷ്ടമുണ്ടെന്ന് വെച്ച് എപ്പോഴും അവളെ കുറിച്ച് ആലോചിക്കുന്നു. അവൾ പഠിക്കല്ലേ? എന്നാലും ഞാനൊരു അമ്മയല്ലേ? ഇപ്പോ അമ്മ മാത്രമല്ല, ഭാര്യയാണ്, സ്ത്രീയാണ്. ഇപ്പൊ മറ്റൊന്നിനെ കുറിച്ചും ആലോചിക്കണ്ട. എന്താ, രാഗി വന്നില്ലേ? ഇല്ല, പിന്നെ കഴിച്ചോളാമെന്ന്. അവൾക്ക് പിണക്കമാണെന്ന് തോന്നുന്നു. പിണക്കോ? അവളുടെ പിണക്കം ഞാൻ മാറ്റിത്തരാം. രാഗി, രാഗി, എണീക്കാനാണ് ഞാൻ പറഞ്ഞത്. ഓ, പിന്നെ അവളുടെ ഒരു പിണക്കം. ഞാൻ പറയുന്നത് എനിക്ക് വാ, ഇങ്ങോട്ട് വാ, ഒന്ന് ഉണരിക്കും. നിന്നോട് ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞത്. പാടി പെണ്ണെ ഇവിടെ, നിങ്ങൾ പറഞ്ഞ മനസ്സിലായില്ലേ? പറയുന്ന അങ്ങോട്ട് കേക്ക് പെണ്ണെ. ഇവിടെ വാ, ഇവിടെ വാ, ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കേ. ഞാൻ വിളമ്പിത്തരാം. വേണ്ട, ഞാൻ വിളമ്പിക്കോളാം. ഓ, അപ്പോഴത്തേക്കും പെണ്ണിന്റെ സ്റ്റൈൽ തുടങ്ങി. ഞാൻ വിളമ്പി തന്ന തൊണ്ടയിൽ ഇറങ്ങാതിരിക്കൊന്നുമില്ല. കഴിക്കും. നോക്ക്, മതിയോ നോക്ക്. പെണ്ണിന്റെ ഒരു കളി. നിന്നോട് പറഞ്ഞോട്ട് നേരെ നോക്കി ഓടിക്കാം. ഹാൻഡിൽ പിടിക്കും. അങ്ങനെ അങ്ങനെ പതുക്കെ കറക്റ്റ്. നേരെ അയ്യോ, എന്താ കാലേ. ഒന്നും പറ്റിയില്ല. കാപ്പിക്ക് പറഞ്ഞിട്ട് എത്ര നേരമായി? ഇതെന്താ ഈ കോലം? മോളെ പറയുന്നത് ഷാമ്പു തേച്ച അങ്ങനെ തന്നെയാ. അമ്മേ, അമ്മേ,
വേറെ ഈ കാർച്ചാനമ്മ ഹെയർ ഓയിൽ